വികസനമാണ് പ്രധാനപ്പെട്ട ചർച്ചയായി ഭരണപക്ഷം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആ വികസനം ചർച്ചയായാൽ UDF സ്വീകരിച്ച കഴിഞ്ഞ കാലങ്ങളിലെ നിലപാട് പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. അത് വലിയ തിരിച്ചടിയാകും എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണോ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിക്കുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ പാലക്കാടൊക്കെ CPIM BJP ഡീൽ എന്ന് പറയുന്ന ഈ പഴകി പറഞ്ഞുപോയ ആക്ഷേപങ്ങൾ വീണ്ടും ഉന്നയിക്കാൻ UDF ക്യാമ്പ് ശ്രമിക്കുന്നത്? ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണോ? അതിനെ വ്യക്തമായി കൃത്യമായ രാഷ്ട്രീയത്തോടെ തുറന്നു കാണിക്കാൻ LDF ക്യാമ്പിന് കഴിയുന്നുണ്ടോ? തീർച്ചയായും LDF ഈ പ്രചരണ രംഗത്ത് ഉയർത്തുന്ന ശരിയായ തനിമയുള്ള ഒരു രാഷ്ട്രീയത്തെയും UDFനെയോ BJPക്കോ പ്രതിരോധിക്കാനാകുന്നില്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ടാണ് വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്ത് പ്രയോഗിക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ അതിൽ നിന്ന് LDF പൂർണ്ണമായി കരകയറി എന്ന കാര്യം വസ്തുതയാണ്. ഇപ്പോൾ ആ വിഷയം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി UDFും BJP പോലും എടുക്കുന്നില്ല എന്ന കാര്യം മനു ഓർക്കണം. അത് എങ്ങനെയാണ് LDF അതിനെ കവച്ചു വെച്ചതെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDFിൻ്റെ വികസന രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 2016 മുമ്പ് 2016 ശേഷമുള്ള കേരളത്തെക്കുറിച്ചുള്ള താരതമ്യം UDFനെ അലട്ടുന്നുണ്ട്. വികസന വിരോധത്തെ മുൻനിർത്തി വികസനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. എന്നാൽ 2016 മുമ്പിനുള്ള കേരളം എന്തായിരുന്നു? പവർ കട്ടിൻ്റെ കാലഘട്ടം, ഈ കുണ്ടും കുഴിയും നിറഞ്ഞ ജനങ്ങൾ റോഡിലെ കുഴിയിൽ വീണ് മരിക്കുന്ന കാലഘട്ടം, ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടായ കാലഘട്ടം, റോഡുകളോ പാലങ്ങളോ ഇല്ലാതെ ജനങ്ങൾ ദുരിതം അനുഭവിച്ച കാലഘട്ടം, സർക്കാർ ആശുപത്രികളിലെ മരുന്നുകളില്ലാതെ രോഗികൾ ശവശരീരത്തിനൊപ്പം മോർച്ചറിയിലെ ശവശരീരത്തിനൊപ്പം രോഗികളെ കൂടി കടത്തി ചികിത്സിക്കുന്നൊരു കാലഘട്ടം, ആശുപത്രിയിൽ മരുന്നില്ലാത്തൊരു കാലഘട്ടം, ആശുപത്രിയുടെ ചികിത്സാ പിഴവ് കാരണം സംഭവിച്ച എണ്ണമറ്റ ദുരന്തങ്ങൾ, അത്തരത്തിലുള്ള കാലഘട്ടം, സ്കൂളുകളുടെ മുന്നേറ്റം, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ രംഗത്തുണ്ടായ വികസനങ്ങൾ, വ്യവസായ രംഗത്തെ പുരോഗതി, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും LDF ഉയർത്തിയ താരതമ്യം സോഷ്യൽ മീഡിയ വല്ലാതെ ഏറ്റെടുക്കുകയും അത് UDFന് തിരിച്ചടിയാവുകയും ചെയ്തു. ഒപ്പമാണ് മനു സൂചിപ്പിച്ചതുപോലെ അവസാനം ഗത്യന്തരമില്ലാതെ പഴകി ദ്രവിച്ച, എപ്പോഴും പരാജയപ്പെടുന്നതിന് മുമ്പ് UDF എടുത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ആരോപണം, LDFും BJP ഡീലാണ് എന്ന ആരോപണം. പക്ഷേ 10 മണ്ഡലങ്ങളിൽ LDFും BJPയും തമ്മിൽ ഡീലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊണ്ടുവന്നത് അവർക്ക് തന്നെ വിനയായി മാറി. തിരുവനന്തപുരത്തടക്കം തെളിവുകൾ നിരത്തി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയാണ് അക്കാര്യങ്ങൾ വിശദീകരിച്ച് 2:1 എന്ന തരത്തിലാണ് തിരുവനന്തപുരത്തെ കച്ചവടം നടത്തുന്നത്. അരുവിക്കര മണ്ഡലത്തിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും കോൺഗ്രസിന് BJP വോട്ട് ചെയ്യും. തിരിച്ച് നിയമമണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ട് മറിക്കും. ആ ഡീല് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിച്ചതാണ് എന്ന് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച NS നസൂർ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആ കാര്യങ്ങൾ നിരത്തിയത്. മാത്രമല്ല VD സതീശൻ ഉയർത്തിയ ഈ ആരോപണത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലും ഏറ്റെടുത്തില്ല എന്നതാണ്. സണ്ണി ജോസഫിനോട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ഈ ചോദ്യം ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം ഇതിന് ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയത് പൂർണ്ണമായി ഡിനൈ ചെയ്യുകയും ചെയ്തു. അത് ഒരിക്കലും അത്തരത്തിലൊരു ചർച്ച UDFന് ഗുണം ചെയ്യില്ല എന്ന് UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കരുതുന്നുണ്ട്. കാരണം പഴയ വടകര ബേപ്പൂർ മോഡൽ മുതൽ പഴയ ചരിത്രം LDF അണികളും പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ ചികഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നിയമത്തെങ്ങനെയാണ് BJP വിജയിച്ചത്, എവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടോ അവിടെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് ഒലിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ആണ് BJP നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നാം അത് കണ്ടതാണ്. ഇത്തരം കണക്കുകൾ നിരത്തിയുള്ള LDFിൻ്റെ പ്രതിരോധം UDFന് വിനയാകുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവസാനം ഉയർത്തിയ ഈ നുണപ്രചരണവും UDFന് തിരിച്ചടിയായി മാറുന്ന ഘട്ടമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയത്തിനതീതമായി വലതുപക്ഷ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ പോലും അവലോകന സ്റ്റോറികളിൽ വിശകലന പരിപാടികളിൽ അടക്കം LDF ആദ്യഘട്ടത്തിലുണ്ടായ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതുകൊണ്ട് തന്നെ അത് അതിജീവിക്കാൻ ഇനി UDFന് ശ്രമിക്കണമെങ്കിൽ വലിയ പാട് പെടേണ്ടി വരും. കാരണം വലിയ വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം അതിനുള്ള സമയം ഇനിയില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് തന്നെ സമയം തികയാത്ത ഒരു ഘട്ടമാണ്. അതുകൊണ്ട്
ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയ LDF-ന്റെ ലാപ്പ് ആദ്യ ലാപ്പിലെ മുന്നേറ്റം ഇപ്പോഴും മുന്നേറ്റമായി തന്നെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായ വലിയ തരത്തിലെ കാലതാമസം, MP-മാർ തന്നെ മത്സരിക്കാൻ കാത്തു നിൽക്കുന്നു. അതിനെ തുടർന്നുള്ള തർക്കം ആ തർക്കത്തിന് ശേഷമുള്ള പ്രഖ്യാപനത്തിൽ ആദ്യ പട്ടികയിൽ പരിഗണിച്ചിരുന്ന പലരെയും ഒഴിവാക്കപ്പെട്ടു. അങ്ങനെ പലയിടത്തും റിബലുകൾ വരുന്നു. ഇന്നും തിരുവനന്തപുരം ജില്ലയിലടക്കം പാറശാല മണ്ഡലത്തിൽ റിബൽ സ്ഥാനാർത്ഥി പഴയ കോൺഗ്രസിന്റെ MLA ആണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ MLA ആയിരുന്ന AT ജോർജ് അടക്കമുള്ള നേതാക്കൾ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് റിബലായി വരുന്നു. കോൺഗ്രസിന്റെ പഴയ സ്ഥാനാർത്ഥി ചിറയൻകീഴ് മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. അങ്ങനെ BJP കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഈ ആഭ്യന്തര കലഹങ്ങളിൽ നിന്ന് അവർക്കിനി വിഷയങ്ങൾ പ്രാദേശികമായി തന്നെ പരിഹരിച്ചെടുക്കാനുള്ള സമയക്കുറവുമുണ്ട്. അതുകൊണ്ട് പൊതുചിത്രത്തിലേക്ക് കാര്യങ്ങൾ ഈ ആഴ്ച നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിക്കാനുള്ള അവസാന തീയതി, നാളെ സൂക്ഷ്മ പരിശോധന, 26-നാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി. അതോടുകൂടി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി വ്യക്തമാവും. നേരത്തെ ഞാൻ മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ LDF-ന്റെ കൃത്യമായ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും അജണ്ടയും അത് ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ആരംഭിക്കുന്നുണ്ട്. ഇന്ന് മുതൽ 12 ദിവസക്കാലം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായ LDF-ന്റെ ക്യാമ്പിനെ നയിക്കും. ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുന്നു. 31-നാണ് തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹം ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ക്യാപ്റ്റൻ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകി. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മാധ്യമങ്ങളിലെ അഭ്യൂഹങ്ങളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതേ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് LDF വരണം, എന്തുകൊണ്ട് LDF വരണം എന്ന കാര്യം വ്യക്തമാക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വ്യക്തമാകുന്നത്. മനു.